12 ഇഞ്ച് ബോക്സ് കംപ്ലീറ്റ് പൊടി പിടിച്ചെടുക്കുകയാണ്. മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട്. അതേപോലെ ഇതൊരു 12 ഇഞ്ച് സബ് വൂഫറിൻ്റെ ബോക്സാണ്. അതേപോലെ ഇത് അതിൻ്റെ ഒരു സെൻറ്റർ ബോക്സാണ്. അതിൻ്റെ ഒരു ഫ്രണ്ടിൽ റിയറിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ബോക്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ബോക്സുകൾ ഇങ്ങനെയുള്ള ഇത് നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിലുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം, കുറച്ചും കൂടെ ഒന്ന് വർക്കിംഗ് ആക്കാം, കുറച്ചും കൂടെ ഒന്ന് പെർഫോമൻസ്, അതായത് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആവുന്ന രൂപത്തിലാക്കി മാറ്റാം. അതായത് അധിക പൈസ ഒന്നും ചിലവാക്കാതെ. അപ്പോൾ ഈ ബോക്സ് ഇപ്പോൾ തല്ലിപ്പൊളി ബോക്സാണ്, ആ ബോക്സുകളും തല്ലിപ്പൊളി ബോക്സാണ് എന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബോക്സുകൾ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വർക്കുകളാണ്. ഈ ബോക്സുകൾ അന്ന് നല്ല വൈബ്രേഷനും നല്ല തരം വർക്കിംഗ്, അതായത് നമുക്ക് നെഞ്ഞടിക്കുന്ന തരം എഫക്റ്റൊക്കെ തന്നുകൊണ്ടിരുന്ന ബോക്സുകളാണ്. അപ്പോൾ ആ ബോക്സ് ആ ഡീറ്റെയിലിങ് കൂടുതലായിട്ട് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ആ ബും എന്നുള്ള ബേസ് അല്ലാതെ നല്ല ഡീറ്റെയിൽ ബേസും ആ ഒരു കലങ്ങിയ വലിയ സൗണ്ടും വലിയൊരു ട്രിബിളും മാത്രമല്ലാതെ നല്ല ഡീറ്റെയിൽ സൗണ്ടും വേണമെന്ന് താല്പര്യം വന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യം വന്നത്. അപ്പോൾ ഇതിൽ ഒരു റൗണ്ട് പോർട്ടഡ് സബ് വൂഫർ ബോക്സാണ്. ഇതിലൊരു 12 ഇഞ്ച് സബ് വൂഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ചാനൽ സ്പീക്കേഴ്സ് പറയുകയാണെങ്കിൽ ഇതിലൊരു 3 ഇഞ്ച് സ്പീക്കേഴ്സ് 2 ഇത് സെൻട്രൽ ചാനലാണ്. അപ്പോൾ അതിലേക്ക് ഒരു ട്യൂട്ടറും അതേപോലെ തന്നെ നമുക്കൊരു സാധാരണ ഫ്രണ്ട് ചാനലിന് വേണ്ട ഒരു സിംഗിൾ വൂഫറും ഒരു ട്യൂട്ടറും ഉള്ള ചാനലുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചുമരിന് മുകളിൽ വെക്കുക എങ്ങനെയാണ്, ഇതിപ്പോൾ ഇവിടെ വെക്കുക എന്ന് വിചാരിക്കും, ഈ ചുമരിന് മുകളിൽ. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ മോഡലിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഹാങ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക, ഇത് ഇങ്ങനെയാണ് തൂക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് മുകളിലാണ് ഇത് അധികം ആളും വെച്ചിട്ടുണ്ടാവുക. ഞാൻ പഴയ വീഡിയോകളിൽ പറഞ്ഞാണല്ലോ, അധികം ആൾ ഇത് റാക്കിൻ്റെ മുകളിലും സീലിങ്ങിലൊക്കെ തട്ടുന്ന രൂപത്തിലുള്ള ഹൈറ്റിലാണ് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഫയർ പോകുന്നത് നേരെ ആയിരിക്കും. അതിൻ്റെ ഒരു വേവ് മാത്രം നമുക്ക് കിട്ടുന്ന ലെവലിലുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴുള്ള ഒരു കുഴപ്പം ആദ്യം മാറ്റുക. അതായത് ഇതിന് നമ്മളൊരു ടിൽറ്റ് കൊടുക്കുക. ഒരു ടിൽറ്റ് ഇങ്ങനെ നിൽക്കേണ്ട രൂപത്തിലുള്ള ഒരു ഹാങ് ഇവിടെ കൊടുക്കാനോ, അല്ലെങ്കിൽ അതിന് പറ്റിയൊരു സ്റ്റാൻഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു ക്ലാമ്പ് ചെയ്തിട്ട്, അതായത് ഒരു വി രൂപത്തിലുള്ള ഒരു ക്ലാമ്പ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ നമ്മുടെ നേരെ വെക്കുന്ന രൂപത്തിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ ഇരിക്കുന്നിടത്തേക്ക്, നമ്മൾ നിന്നല്ലല്ലോ എപ്പോഴും കാണുന്നത്. ഇപ്പോൾ സിനിമ ആണെങ്കിൽ 5.1 ആവശ്യം സിനിമക്കായതുകൊണ്ട്, സിനിമ ആണെങ്കിൽ നമ്മൾ നിന്നിട്ടല്ല കാണുന്നത്, ഇരുന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇയർ ലെവലിൽ ഇത് കറക്റ്റായിട്ട് ഫയർ ചെയ്യും. അപ്പോൾ എല്ലാ ബോക്സുകൾക്കും, അതായത് 4 ബോക്സുകൾ സറൗണ്ടും ഫ്രണ്ടും നമ്മുടെ നേരെ നിൽക്കുന്ന രൂപത്തിൽ നമ്മൾ ടിൽറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. അപ്പോൾ ഇതിനകത്ത് വേറെ പൊളിക്കാനൊന്നുമില്ല, ഇതിന് അങ്ങനെ ഒരു അവസ്ഥ കൊടുക്കുക. എങ്ങനെയായാലും വേണ്ടിയില്ല, അത് നമ്മുടെ നേരെ ഫയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇതിൽ മാറ്റം വരുത്താം, ഇത് പൊളിക്കുക, ഇത് മാറ്റി ഊഫർ ഇടൊന്നും വേണ്ട. സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ടി വിയുടെ അടുത്ത് വരുന്നത്, ടി വിയോ പ്രൊജക്ടറോ എന്ത് സ്ക്രീൻ ഏതായാലും അതിൻ്റെ അടുത്ത് ഇപ്പം മേലെ തൊട്ട് മേലെയോ തൊട്ട് താഴെ വരികയാണെങ്കിൽ അതിന് വലിയ പ്രശ്നമില്ല, അത് നേരെ തന്നെ നിൽക്കും. പക്ഷേ വളരെ താഴത്താണ് വെക്കുന്നതെങ്കിൽ നമ്മളതിന് ഒരു അപ്ലിഫ്റ്റ്, അതായത് നമ്മൾ നേരെ ഇങ്ങനെ ചെരിഞ്ഞിരിക്കണം. അതായത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ നേരെ ഇങ്ങനെ ഇരിക്കണം. അങ്ങനെയാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റ് വേണ്ടത്. വളരെ ഉയരത്തിൽ ഇത് വെച്ചിട്ട് കാര്യമില്ല, അങ്ങനെ ആരും വെക്കാറുമില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതും നമ്മുടെ നേരെ ഇങ്ങനെ ഫയർ ചെയ്യുന്ന രൂപത്തിൽ, ഇങ്ങനെ നമ്മുടെ നേരെ സൗണ്ട് വരുന്ന രൂപത്തിൽ, നമ്മുടെ ഇയർ ലെവലിന് വരുന്ന രൂപത്തിൽ വെക്കുക. ഇപ്പോൾ 5 ചാനലായി. എല്ലാം വളരെ ഷോർട്ട് ടിപ്പായിട്ട് പറയാം കേട്ടോ. പിന്നെ ഇത് പൊളിഞ്ഞാണ്, ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കൊരു വീഡിയോ ആക്കിയിട്ട് അടുത്ത വീഡിയോയിൽ വരാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ടിപ്സ് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഈ സൗണ്ട് ഇതിന് ഡെൻസിറ്റി ഇല്ലാത്ത മരം കൊണ്ട് ഉണ്ടാക്കിയതിൻ്റെയാണ് ഈ സൗണ്ട്. അപ്പോൾ ഈ സൗണ്ട് ഇതിന് ഈ വുഡിൻ്റെ ഈ പ്രോപ്പർട്ടിയുള്ള ഈ ബോക്സ് അടിച്ച ഈ വുഡിൻ്റെ റിസോണൻസ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ റിസോണേറ്റ് ചെയ്യുന്ന സൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് തട്ടുമ്പോൾ ഒരു ബേസ് നമുക്ക്, അല്ലെങ്കിൽ ഒരു മുഴങ്ങുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതെ വേണം നമ്മൾ ബോക്സ് ചെയ്യാൻ. അപ്പോൾ ഈ ബോക്സിൽ നമ്മളിപ്പോൾ ഈ ഒരു ടോൺ ഒഴിവാക്കാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പരിപാടി ചെയ്യാൻ പറ്റിയത് ഇതിനകത്ത് ബ്രേസിങ് കൊടുക്കുക. അത് ഞാൻ എത്രയോ വീഡിയോകളിൽ ഞാൻ ഈ സബ് വൂഫർ ബോക്സ് അപ്ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞുള്ളത്. ഇതിനകത്ത് ബ്രേസിങ് കൊടുക്കുക. ഇതിനകത്ത് ആവശ്യമുള്ള ബ്രേസിങ്, കുറേ വിലങ്ങടിച്ച് കുത്തനെ അടിക്കുന്നതിൽ വലിയ കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള ബ്രേസിങ് നമ്മുടെ വൂഫറിൻ്റെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് ഇതിനകത്ത് വേണ്ട എയർ വോളിയം എത്ര കൊള്ളണം, അത് നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള തരത്തിൽ വേണം നമ്മൾ ബ്രേസിങ് കൊടുക്കാൻ. ബ്രേസിങ് കൊടുക്കുന്നതിന് തന്നെ ഒരുപാട് രീതികളുണ്ട്. ബ്രേസിങ് ഷാർപ്പ് എഡ്ജുള്ള കൊടുക്കില്ല, വൈഡ് ഈ കോൺ എഡ്ജുള്ള കൊടുക്കില്ല, നമ്മൾ റൗണ്ട് എഡ്ജുള്ള ബ്രേസിങ് കൊടുക്കണം എന്നാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. കാരണം അതിൻ്റെ എയർ ഫ്ലോ വളരെ സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ വെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം, ഇതിനകത്ത് ഒരു ഫ്ലെയർ എഡ്ജ് നിർബന്ധമാണ്. കാരണം എയർ ഫ്ലോ സ്മൂത്ത് ആവണമെങ്കിൽ നമുക്ക് ഫ്ലെയർ എഡ്ജ് വേണം. അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൗണ്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഡീപ്പായിട്ട് വളരെ വെറൈറ്റി ആയ ഒരു സൗണ്ട് ഇന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് ടിപ്പാണ് ഇന്നത്തെ വീഡിയോ.
അതായത് ആ 5 ചാനൽ വെക്കുന്നതിൻ്റെ ആ ഒരു പ്രത്യേകത മാറ്റുക, അത് നിൽക്കുന്ന രൂപം മാറ്റി നമുക്ക് വേണ്ട രൂപത്തിൽ നമ്മളെ ഇയർ ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ബോക്സ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഏറ്റവും സ്വീറ്റ് സ്പോട്ട് എവിടെയുള്ളത്, ഏറ്റവും നല്ല ബേസ് ലെവൽ, ഏറ്റവും നല്ല ഡീറ്റെയിൽഡ് ബേസ് നമുക്ക് ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ സീറ്റിംഗ് ലെവൽ കിട്ടുന്നത് അങ്ങോട്ട് കൊണ്ടുവരിക. അതാണ് ഇതിൽ ചെയ്യാനുള്ള 1-2 കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല സൂപ്പർ വർക്കിംഗ് നിങ്ങളുടെ കയ്യിലുള്ള 5.1 ആംപ്ലിഫയറിൽ തന്നെ കിട്ടും. ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഇല്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 1 ലക്ഷം എത്തിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം.